ഖത്തറിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മലയാളോത്സവത്തിൽ വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറും. ഖത്തറിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ പ്രചരണ ഗാനവും ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഖത്തർ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരവധി കലാപരിപാടികൾ കൂടിയാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. നിരവധി നൃത്ത പരിപാടികൾ, അതുപോലെ തന്നെ ഗാനസദ്യ തുടങ്ങിയ പരിപാടികളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. ഓമനക്കുട്ടൻ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ ഒരു പ്രചരണം വലിയ രീതിയിൽ നടക്കുന്നു. എന്തൊക്കെ പരിപാടികളാണ് ഈ മുഖ്യമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട്, എന്തൊക്കെ കലാപരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്? നമ്മുടെ കൂടെ കുറച്ച് കലാകാരന്മാരെ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മലയാളോത്സവം CMൻ്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രചരണ ഗാനം ഏറെ വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അണിയറ ശില്പികളാണ് നമുക്കിപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നത്. ഈ ഗാനം രചിച്ചത് ഷിജു ആർക്കാനായി ആണ്. അത് സംഗീതം നൽകിയത് ദേവാനന്ദ് കൂടത്തിങ്കലാണ്. ഒപ്പം തന്നെ അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കിരണാണ്. ഇവർ 3 പേരുമാണ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ. ഈ ഗാനം ദേവാനന്ദിൻ്റെ സംഗീതത്തിൽ പാടിയിരിക്കുന്നത് കലേഷ് കരുണാകരനാണ്. ഈ ഗാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനിമയും ഖത്തറുമായിട്ടുള്ള ആത്മബന്ധവും നമ്മുടെ വികസന വഴികളും കുറച്ച് ചരിത്രവും ഒക്കെ പറയുന്ന ഗാനമാണ്. അത് ഇറങ്ങി കുറച്ച് നിമിഷങ്ങൾ തന്നെ എല്ലാവരും അത് ഏറ്റെടുത്തു, വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതിൻ്റെ ഒരു സന്തോഷവും നമുക്കുണ്ട്. നമുക്ക് ആ ഗാനം കേട്ടാലോ? കേരളമാണെൻ്റെ നാട്, അമ്മ മലയാളമാണെൻ്റെ ഭാഷ, നന്മകൾ പൂക്കുന്ന മണ്ണിൽ വീണു മുട്ടിട്ടതാണെൻ്റെ പുണ്യം. ഇങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഖത്തർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇത്തരം നിരവധി കലാപരിപാടികൾ കൂടിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഖത്തറിൽ നിന്ന് OK പരിമലക്കൊപ്പം ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്.